ഇന്നത്തെ വ്ളോഗിലെ വിശേഷം മലമ്പുഴയിലെ റോപ്പ് വേ യാത്രയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മലമ്പുഴയിൽ പോകുന്നത്. അപ്പോൾ റോപ്പ് വേയിൽ കയറാമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് കയറേണ്ടായത്. നല്ലൊരു ഇൻട്രോ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കയറിയതാണെങ്കിലും തനിച്ച് കയറേണ്ടി വന്നതിൽ കയ്യും കാലും വിറച്ചതുമില്ല. എന്നാൽ ഫോൺ എടുത്ത് താഴെ വീഴുമെന്ന് പേടിയില്ലാത്തത് കാരണം ഞാൻ ഇൻട്രോ എടുത്തില്ല. പിന്നെയുള്ള കഥാപ്രസംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. റോപ്പ് വേ നീങ്ങിയപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടത് യമേനയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ സൂം ചെയ്തെടുത്തു. പിന്നെ ഇങ്ങനെ 2 ഇലക്ട്രിക് കമ്പിയിൽ കുഞ്ഞു കുഞ്ഞു കുടുസ് വണ്ടികളിൽ കുറച്ച് പേരിങ്ങനെ യാത്ര ചെയ്യുന്നത് ഇങ്ങനെ നീങ്ങുമ്പോൾ കാണാൻ നല്ല ചന്തമുണ്ടെന്നൊക്കെ പറഞ്ഞ് സാഹിത്യീകരിച്ച് പറയണം, നന്നായി എക്സ്പീരിയൻസ് ചെയ്യണം, ആസ്വദിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വെച്ചാലും സത്യസന്ധമായി പറഞ്ഞാൽ ഉള്ളിൽ പൊട്ടിക്കരയാനും ആർത്ത് കൂക്കി വിളിക്കാനും ഒക്കെ ഉള്ള ഒരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാണുന്നവർക്ക് തോന്നില്ലേ, ഈ പോത്ത് പോലത്തെ സ്ത്രീ എന്തിനാ ഇങ്ങനെ ഓവറാക്കി ചളാക്കണേന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്തും അതേപോലെ തന്നെ എൻ്റെ ഉള്ളിലൊക്കെ ധൈര്യമുള്ളത് പോലെ അങ്ങോട്ട് അഭിനയിച്ച് അവിടെ ഇരുന്നു. കൂടുതൽ എനിക്ക് പേടി തോന്നിയത് ഈ പുഴയുടെ മേലെ കൂടെ പാസ് ചെയ്യുമ്പോഴായിരുന്നു. എനിക്ക് നീന്തൽ അറിയില്ല. അപ്പോൾ ഇത് പൊട്ടി താഴെ വീഴുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് കൂടുതലും. സത്യമായിട്ടും എൻ്റെ റോപ്പ് വേ കറക്റ്റ് പുഴയുടെ മേലെ ഒരു 5 മിനിറ്റ് നിൽക്കുകയും ചെയ്തു. അത് വല്ലാതെ ആടുകയും ചെയ്തു. അപ്പം കിട്ടിയ ചെറിയ ധൈര്യത്തിലാണ് ഞാൻ ഈ സെൽഫി മോഡിൽ ചെറിയൊരു വീഡിയോ പകർത്തിയത്. പിന്നെ ഇങ്ങനെ ഉദ്യാനത്തിൻ്റെ മേലെ എത്തി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉദ്യാനമൊക്കെ കണ്ടിരുന്നു. കണ്ടില്ല, ഉദ്യാനത്തിൻ്റെ മേലെ കൂടെ നമ്മൾ പോയത്. ധൈര്യം കാരണം എനിക്ക് താഴേക്ക് നോക്കാനോ ഇത് ആസ്വദിക്കാനോ ഒന്നും സാധിച്ചില്ല. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഉദ്യാനം നോക്കിയത്. അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് കാരണം പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല. അപ്പം മലമ്പുഴയ്ക്ക് ഇപ്പോൾ വന്നാലും നമുക്ക് പ്രത്യേകിച്ച് അവിടെ കാണാനായിട്ടൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ റിപ്പബ്ലിക് ദിനമായത് കാരണം അവിടെ ചെറിയൊരു ഫ്ലാഗൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം റോപ്പ് വേയിൽ കയറുമ്പോൾ ഉള്ള ധൈര്യം കാരണം ടെൻഷൻ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഈ ഫ്ലാഗ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നെപ്പോലെ കൂടുതൽ പേര് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു.